ഡോക്ടർ RLV രാമകൃഷ്ണൻ അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായി. അഭിമുഖത്തിൽ രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്നും പട്ടികജാതിക്കാരാണെന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമയും കേസിൽ പ്രതിയാണ്. മോഹിനി ആയിരിക്കണം മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം പറയും. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും. കലാമണ്ഡലം സത്യഭാമ നിറത്തിന്റെ പേരിൽ ഉൾപ്പെടെ ഡോക്ടർ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചത് വലിയ വിവാദമായിരുന്നു. തന്റെ പരാമർശം രാമകൃഷ്ണനെ ഉദ്ദേശിച്ചല്ലെന്നായിരുന്നു ജാമ്യം തേടുമ്പോഴടക്കം സത്യഭാമ പറഞ്ഞിരുന്നത്. എന്നാൽ വിശദമായ സാക്ഷിമൊഴി ശേഖരിച്ചാണ് പോലീസിന്റെ കുറ്റപത്രം. രാമകൃഷ്ണന്റെ ജാതിയെക്കുറിച്ച് സത്യഭാമയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ചാലക്കുടിക്കാരനായ നർത്തകന് കാക്കയുടെ നിറമെന്നായിരുന്നു വിവാദ പരാമർശം. ചാലക്കുടിയിൽ രാമകൃഷ്ണനല്ലാതെ ഇതേ തരത്തിലുള്ള മറ്റൊരു കലാകാരനില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. പഠിച്ചതൊന്നും പഠിപ്പിക്കുന്നത് മറ്റൊന്നുമെന്നായിരുന്നു അടുത്ത പരാമർശം. രാമകൃഷ്ണൻ പഠിച്ചത് ഭരതനാട്യമായിരുന്നെങ്കിലും മോഹിനിയാട്ടവും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സംഗീത നാടക അക്കാദമി ചെയർമാനായിരിക്കെ KPSC ലളിതയുമായി കലഹിച്ച കലാകാരൻ എന്നതായിരുന്നു അടുത്ത പരാമർശം. എന്നാൽ KPSC ലളിതയുമായി കലഹിച്ചത് രാമകൃഷ്ണനാണെന്ന മകൻ സിദ്ധാർത്ഥ് ഭരതൻ മൊഴി നൽകി. ഇത്തരം അധിക്ഷേപങ്ങൾ ആധുനിക ലോകത്ത് പാടില്ല എന്നതുകൊണ്ടാണ് താൻ പോരാട്ടം നടത്തിയതെന്ന് RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഇപ്പോൾ ഇന്ന് സത്യം എന്നുള്ളത് തുറന്നു വന്നിരിക്കുകയാണ്. കാരണം അവർ തന്നെ ആ ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് അത്തരം തെളിവുകൾ നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചു, പോലീസിൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ സാധിച്ചു. അത് ഇപ്പോൾ സത്യമായി വന്നിരിക്കുന്നു. രാമകൃഷ്ണനോട് സത്യഭാമയ്ക്ക് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രത്തിൽ കണ്ടെത്തി. 24 തിരുവനന്തപുരം.